ഞങ്ങളുടെ മോട്ടർമാൻ പാറു റൈറ്റിക്ക് പോട്ടെ. തങ്ങത്തന്നെ ലെഫ്റ്റ് റൈറ്റ് പോട്ടെ. വെള്ളത്തി കേട്ടോ, പിടിച്ച് വെള്ളത്തി കേട്ടോ. ഹലോ, എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പുതിയൊരു വ്ളോഗിലേക്ക്. ഇപ്പോൾ സ്റ്റാച്യു കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലേ, ഞങ്ങളിപ്പോൾ ബോച്ചേൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബോച്ചെ റെസ്റ്റോറൻറ്റിനെയാണ്. ഇവിടുത്തെ കാഴ്ചകളും ഇതിലത്തെ ഫെസിലിറ്റീസും ഒക്കെ നമുക്ക് കാണാം. ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് രുചിച്ച് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആർ യു റെഡി? പാറു ഈസ് എവരി ടൈം റെഡി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ബോച്ചേൻ്റെ ഒരു സ്റ്റാച്ചു കാണാം. ബോച്ച എങ്ങോട്ടോ ഓടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഫുൾ റെഡിയാണ്, ഷൂസും ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഫാമിലി ആയിട്ട് വരാൻ നമുക്ക് ഇവിടെ ഫുൾ സെറ്റപ്പാണ്. കുട്ടികളിലും ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. കണ്ടോ, എൻ്റെ മോള് പാറു ഇതാ ചാടണു. വാവ്, അടിപൊളി സെറ്റപ്പാണേ. എല്ലാ കുട്ടികളും എൻഗേജ്ഡ് ആണ്. കുട്ടികൾ ബോർഡ് അടിക്കില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെയും കുറേ ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റാവുന്നത്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ അതിലൊക്കെ നോക്കാം. മോളെ സ്പീഡിലടിക്കേ, കം ഓൺ. പോടാ, സ്പീഡ് പോരാ. ബോൾ തട്ടിയേ അച്ഛന് ഇങ്ങോട്ട് അച്ഛനടുത്തേക്ക്. ഗോൾ. ഒരു ഗോളും കൂടി. അവിടെ നിന്നോ, ഞാൻ അച്ഛന് ഗോള്. ഗോൾ. അടിക്കടിക്ക് ഇങ്ങോട്ട് അച്ഛനടുത്തേക്ക് അടിക്ക്. ഗോൾ. മോള് ഇവിടെ എത്തിയാ? ഇതിന് സ്ലൈഡ് ഉണ്ട്, അതിനെ പോട്ട് സ്ലൈഡ്. ഇത് തന്നെ. കമോൺ, പോരട്ടെ. എൻ്റെ അമ്മ, സൂപ്പർ. പിന്നെ ഇവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫ്രീ ബോട്ടിംഗ് ആണ്. ഇതിന് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് ഡീപ്പ് മഡ് പോണ്ട് ഡു നോട്ട് സ്വിം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളിവിടെ നീന്താനൊന്നും പാടില്ല. പാറോണ്ട് നമുക്ക് നടുക്കിലെടുത്താട്ടാ. നടുവിൽ സീറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രാക്കിലെത്തി. പാറയാണ് ഞങ്ങൾ ഡ്രൈവർ ഇട്ടാ. പാറ എങ്ങനെ ഓടിക്കുന്ന അങ്ങോട്ട് പോകും. പാറ അങ്ങോട്ട് തിരിക്കേ, റൈറ്റിലേക്ക്. അതന്നെ, അങ്ങനെ തന്നെ. പാറു എങ്ങനെയുണ്ട്? പാറയാണ് ഞങ്ങൾ ഡ്രൈവർ. സൂപ്പർ. പാറു പേടിച്ചിട്ടായിരിക്കണേ. അവള് പേടിച്ചിടുന്നില്ല. അപ്പൊ ഞങ്ങള് നല്ലൊരു റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു ഫെസിലിറ്റിയാണ് കേട്ടോ. നമ്മൾ ഈ ആദ്യമാണ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ബോട്ട് റൈഡും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ ലിമോ? ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത് വൈപ്പിനിലാണ്. പിന്നെ നല്ല തിരക്കാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നല്ല തിരക്ക്. അപ്പോൾ ടോക്കൺ എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ വിളിക്കുന്ന പറഞ്ഞു, കുറെ സമയം പിടിക്കുന്ന പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈ ബോട്ട് റൈഡ് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. ഇനി അതിനെ തിരിക്കണം. ഇതാണ്ട കാഴ്ചകൾ, നല്ല കാഴ്ചകളാണേ. ഇതെവിടെ ആൾക്കാര് ഓൾറെഡി ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മോട്ടർമാൻ പാറു റൈറ്റിക്ക് പോട്ടെ. തങ്ങത്തന്നെ ലെഫ്റ്റ് റൈറ്റ് പോട്ടെ. ഇവിടെയൊക്കെ ഫുള്ളാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആവുമോ എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്.
നല്ല തിരക്ക് പറഞ്ഞ നല്ല തിരക്ക്, ഇവിടെ ഒക്കെ ഫുള്ളാണ് കേട്ടോ. ഇനി സ്ട്രേറ്റ് പോട്ടെ മോളെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പാറു സൂപ്പർ. ഓക്കെ, അപ്പൊ ഞങ്ങള് അവിടെ എത്താറായി. അങ്ങനെ ബോട്ട് യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളെ ഡ്രൈവർ ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ മോട്ടർമാൻ. അപ്പോ നല്ലൊരു ബോട്ട് യാത്രയായിരുന്നു. ഞങ്ങള് ഫുഡ് വെയിറ്റിംഗിലാണ്, ഇതുവരെ ഞങ്ങളെ നമ്പർ വന്നിട്ടില്ല. പക്ഷെ സമയം പോണെന്ന് അറിയില്ല. നമ്മൾ നോർമൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വെയിറ്റിംഗ് ചെയ്യാൻ അവിടെ പോയി ഇരിക്കണം. പക്ഷെ ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ആണ്, നമുക്ക് ഗാർഡൻ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. സമയം പോണത് നമുക്ക് എന്തായാലും അറിയില്ല. എന്നാലും ഈ ബോട്ടിംഗ് എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് അടുത്തുള്ള കാഴ്ചകളൊക്കെ നോക്കാം, നമ്മൾ ഫുഡിന്റെ നമ്പർ ഏതുവരെ എത്തി എന്നൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ മൊയലൊക്കെ ഉണ്ട് കേട്ടാ. ആഹാ മൊയലേ, മൊയലേ നോക്കിയ കുഞ്ഞാ, വൈറ്റ് മൊയിലുണ്ട്, ബ്രൗൺ ഉണ്ട്. തൊട്ടൊക്കെ ഒന്നും ചെയ്യുന്നില്ല മോളെ, തൊടുമ്പോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതിന് ചെവി തൊട്ടൊക്കെ, ചെവി. ആഹാ ഇതെന്താണ്? അയ്യോ, വെള്ളത്തിൽ കിട്ടോട്ടെ, തൊട്ടോക്കെ തൊട്ടോക്കെ. വെള്ളത്തിൽ കേട്ടോ, പിടിച്ച് വെള്ളത്തിൽ കേട്ടോ, വെള്ളത്തിൽ കേട്ടോ. ഇത് AC റൂംസാണ് കേട്ടോ. നമുക്ക് AC ഇരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കാം. ഇത് AC റൂമാണ്. പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, ഇവിടെ ഇരുന്ന് കഴിക്കാം. റൂം നല്ല സെറ്റപ്പാണ് കാണാൻ. ഇതിപ്പോ റെസ്റ്റോറൻറ്റിന് ഉള്ളിലാണ്. റെസ്റ്റോറൻറ്റിന് ഉള്ളിലും കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. എന്റെ അമ്മ സൂപ്പർ. പാറ ഒന്നൂടി ഒന്നൂടി. അടിപൊളിയുണ്ടല്ലോ. അങ്ങനെ കുറെ കാത്തിരിപ്പിന് നേരം ഞങ്ങൾ ഫുഡൊക്കെ വന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവള് ലിമോ ഓർഡർ ചെയ്തത് ചെമ്മീൻ ഫ്രൈ, ഞാൻ ഗോബി മഞ്ചൂരിയൻ, ഇത് നൂഡിൽസ്, ഇത് പൊറോട്ട. ഐസ്ക്രീം എങ്ങനെയുണ്ട് പാറു? അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. നമ്മൾ എന്തായാലും കഴിക്കാൻ വന്നതല്ലേ. നൂഡിൽസ് മുഴുക്ക വെജിറ്റബിൾസ് ആണ്. ഇത് ഗോബി മഞ്ചൂരിയൻ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. പക്ഷെ ഇവിടെ കുറെ വെയിറ്റ് ചെയ്യണം, ഓരോ ഡിഷായിട്ട് വരത്തുള്ളൂ. അതാണ് കുറച്ച്. ഞങ്ങൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട്. നൂഡിൽസ് കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള നൂഡിൽസ് ആണ്. ഒന്നുകൂടെ കഴിച്ചു നോക്കട്ടെ. വെജിറ്റബിൾസ് കൂട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് ഫ്ലവർ ഗോബി മഞ്ചൂരിയൻ. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഒരു ഗ്രേവി എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയാ? എങ്ങനെയാണ് ടേസ്റ്റ്?
ചെമ്മീൻ ഫ്രൈയാ? ചെമ്മീൻ ഫ്രൈയോ ചെമ്മീൻ റോസ്റ്റോ? എന്താ അത്? ഫ്രൈ ആണ്. എങ്ങനെയുണ്ട്? ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളൂ അല്ലേ? നോക്കിയേ, കുറച്ചേ ഉള്ളൂ. മോളെന്താ കഴിച്ച്? എങ്ങനെയുണ്ടായിരുന്നു ടേസ്റ്റ്? അവള് ഫോണിൽ ബിസിയാണ്. നമുക്ക് കഴിക്കാം അല്ലേ? അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നോർമൽ തന്നെയായിരുന്നു. നല്ല ഫുഡായിരുന്നു. നോർമൽ ഫുഡ് തന്നെയായിരുന്നു, കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഹോട്ടലിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ബോച്ചെ ഫിഷ് ഫാം. ഇത് ഹോട്ടലിന് നേരെ മുമ്പ് തന്നെയാണ്. ഓക്കെ, ഇത് കണ്ട ഹോട്ടലിൻ്റെ കായലിൻ്റെ അടുത്ത്, കായലിൻ്റെ സൈഡ് വ്യൂ ആണ്. അവിടെ ഇരുന്നിട്ട് ആൾക്കാർ ഫുഡും കഴിക്കുന്നുണ്ട്. ഇതാണ് ബോച്ചയുടെ ഫിഷ് ഫാം, മത്സ്യ വളർത്തൽ കേന്ദ്രം. സമ്മതിക്കണം കേട്ടോ, വലിയ ഫിഷ് ഫാം തന്നെയാണല്ലേ. പക്ഷേ മീനൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, ഇവിടെ ഒരു വണ്ടിയുണ്ട്, സ്പേസ്ഷിപ്പ് മാതിരി. ഇതിൽ ഇരുന്നിട്ടാവും ചിലപ്പോൾ മീനൊക്കെ പിടിക്കാൻ പോവുക. ഓക്കെ, പക്ഷേ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഇവിടെ വന്നാൽ വൈപ്പിലേക്ക് വരികയെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് വരണം. ഓക്കെ, ഇവിടെ ഫുഡ് മാത്രമല്ല, വേറെയും കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട്. ജസ്റ്റ് പ്ലേയിങ് ഗെയിംസ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ? ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് കുട്ടികൾക്കായാലും. വൺ ടൈം വിസിറ്റ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഒന്ന് ഭാഗ്യപരീക്ഷണം നോക്കുന്നുണ്ട്. BA ബില്യനർ 40 രൂപയുടെ ഒരു ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട്. ഇത് ലക്കി ഡ്രോ ആണ്, ലക്കി ടിക്കറ്റാണ്. ചിലപ്പോൾ കോടീശ്വരനായാലോ. അപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കണ്ടേ? ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരു 40 രൂപീസ് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും ഭാഗ്യവാൻ. ഓക്കെ, ഇതാണ് ആ സാധനം. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫുഡ് കഴിച്ചു. ഓക്കെ, കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ബോട്ടിങ്, പിന്നെ കുട്ടികൾക്കുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതുവഴി വരികയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് നമുക്ക് വിസിറ്റ് ചെയ്യാം. ഇവിടെ ഫുഡ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബോട്ടിങ്ങും ഫിഷിങ്ങും പിന്നെ ബോച്ചേൻ്റെ ഫിഷ് ഫാമും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്ന ടിൽ ദെൻ ബൈ.